ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി കപ്പ ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കപ്പയൊക്കെ കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കപ്പയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതൊരു സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ച് വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, അതുകൊണ്ട് വിസിലൊന്നും വെക്കുന്നില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം, കപ്പയിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഞാനിതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കപ്പയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കപ്പയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കപ്പയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.